ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്രയ്ക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് നേരിയ തോതിൽ മലയിടിച്ചിൽ ഉണ്ടായിരുന്നു. ഇതിന് സമീപ പ്രദേശങ്ങളിൽ മലമുകളിൽ ഉറവച്ചാലുകൾ രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയുണ്ട്. വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യാത്രാ നിരോധനമെന്ന് ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ പറഞ്ഞു. റോഡ് വികസനത്തിനായി ഈ മേഖലയിലെ പാറകൾ അശാസ്ത്രീയമായും അനധികൃതമായും പാറ പൊട്ടിച്ചതിനെ തുടർന്നാണ് അടിക്കടി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും യാത്രാ നിരോധനവുമെല്ലാം. മഴക്കാലമായാൽ വലിയ ഭീതിയിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്ന ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര. കാലവർഷം ആരംഭിച്ച് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മഴ ശക്തമായി പെയ്തതോടെ ഗ്യാപ്പ് റോഡ് ഭാഗത്ത് മണ്ണിടിച്ചൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ദേശീയപാതയ്ക്കായി മണ്ണെടുത്തിരിക്കുന്ന പല ഭാഗത്തും പുതിയതായി ഉറവുചാലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മൺതിട്ടയായ ഭാഗങ്ങളിലെ ഉറവുചാലുകളിൽ നീരൊഴുക്കും വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇത് മണ്ണിടിച്ചൽ ഭീഷണിയും ഉയർത്തുന്നു. ഈ സാഹചര്യത്തിലാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്രാ നിരോധനമെന്ന് ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ പറഞ്ഞു. ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ ഗ്യാപ്പ് റോഡിൽ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. ഇത്തവണ മഴ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് കൂറ്റൻ പാറക്കല്ലുകൾ അടർന്നു വീണിരുന്നു. മഴ പെയ്ത് ഗ്യാപ്പ് റോഡിന്റെ പ്രകൃതി ഭംഗി വർദ്ധിച്ചതോടെ പകൽ സമയത്ത് കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്ന സാഹചര്യവുമുണ്ട്. യാത്രാ നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്യാപ്പ് റോഡ് വഴിയുള്ള വിനോദസഞ്ചാരത്തിനും കർശന നിയന്ത്രണമുണ്ട്. അതേസമയം യാത്ര നിരോധിച്ചതോടെ ദിവസവും യാത്രയ്ക്കായി ഈ വഴി ആശ്രയിക്കുന്ന ആളുകളുടെ യാത്രാക്ലേശം വർദ്ധിച്ചു. സാഹചര്യത്തിൽ ഗ്യാപ്പ് റോഡ് അടച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളെപ്പോലുള്ള സൂര്യനിൽ നിന്ന് പൂപ്പാറെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഗവൺമെന്റ് സാഹചര്യം ഇത് നോക്കിയെടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഇത്. നവീകരണ ജോലികൾക്ക് ശേഷം പോയ മഴക്കാലങ്ങളിലൊക്കെയും ഗ്യാപ്പ് റോഡ് മേഖലയിൽ സമാന സ്ഥിതി രൂപം കൊണ്ടിരുന്നു. ശക്തമായ മഴ പെയ്താൽ ഗ്യാപ്പ് റോഡിന്റെ അവസ്ഥ ഇതാണ്. പിന്നീട് അങ്ങോട്ട് യാത്രാ നിരോധനം. യാത്രാ നിരോധനം ഏർപ്പെടുത്തുന്നതോടെ ഏറ്റവും കൂടുതൽ വലിയുന്നത് നാട്ടുകാരാണ്. കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥ. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.